ഹായ് ഓൾ. സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ. നല്ല പേര്, കുറച്ചുകൂടി നീളമാകാമായിരുന്നു. ഡയറക്റ്റഡ് ബൈ രതീഷ് ബാലകൃഷ്ണൻ പൊതുവാൾ. ഇന്നാ താൻ കേസുകൂടെ, ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്നീ ചിത്രങ്ങളുടെ സംവിധായകനാണ് ഇദ്ദേഹം. ഇതിൽ പ്രധാന വേഷത്തിലെത്തുന്നത് രാജേഷ് മാധവൻ, ചിത്ര നായർ, സുധീഷ് എന്നിവരാണ്. സത്യം പറയാലോ, എനിക്ക് ഈ സിനിമ കണ്ടിട്ട് ഒന്നും മനസ്സിലായിട്ടില്ല. പണ്ട് ഹണീബി 2 പറഞ്ഞൊരു സിനിമ ഇറങ്ങിയിരുന്നു. അത് ഹണീബി എന്ന സിനിമയുടെ ഒരു റെഫറൻസ് എടുത്ത് ഉണ്ടാക്കിയ ഒരു സിനിമയായിരുന്നു. അതേപോലെ ഇന്നാ താൻ കേസുകൂടെ എന്ന സിനിമയുടെ റെഫറൻസ് എടുത്തിട്ടാണ് ഈ സിനിമ ഉണ്ടാക്കിയിരിക്കുന്നത്. ആ സിനിമയിലെ സുരേഷ്, സുമലത എന്നീ രണ്ട് കഥാപാത്രങ്ങളെ എടുത്ത് ഈ സിനിമയിലേക്ക് പ്ലേസ് ചെയ്തു. എന്നിട്ട് ആ ക്യാരക്ടർ ഒന്ന് എക്സ്പാൻഡ് ചെയ്തു. അതാണ് ഈ സിനിമ മൊത്തത്തിൽ. ഇനി ഈ സിനിമയിലേക്ക് വന്നാൽ, ഇതിലെ സുരേഷ് എന്ന കഥാപാത്രം തന്റെ മുത്തശ്ശിയുടെ ഒരു മോതിരം അടിച്ചു മാറ്റി നാട് വിടുന്നു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം തന്റെ മുത്തശ്ശിയുടെ മരണത്തിൽ അദ്ദേഹം വീണ്ടും നാട്ടിലേക്ക് തിരിച്ചു വരും. അങ്ങനെ നാട്ടിൽ വെച്ച് തന്റെ പഴയ കാമുകിയായ സുമലതയെ കണ്ടുമുട്ടുന്നു. പിന്നീട് അവളെ വിവാഹം ചെയ്യാൻ വേണ്ടി ഒരു നാടകം സെറ്റ് ചെയ്യുന്നതും പിന്നെ അതുമായി ബന്ധപ്പെട്ട കുറെ പ്രശ്നങ്ങളൊക്കെയാണ് ഇതിന്റെ ഒരു ഓവറോൾ പ്ലോട്ട് എന്ന് പറയുന്നത്. ഈ സിനിമ ഒരു എക്സ്പെരിമെന്റൽ ഫാന്റസി ടൈപ്പ് മൂവിയാണ്. ഇതിന്റെ ട്രെയിലർ കണ്ടപ്പോൾ ഞാൻ മറ്റൊരു രീതിയിലായിരുന്നു പ്രതീക്ഷിച്ചത്. പക്ഷെ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എന്റെ പ്രതീക്ഷ മൊത്തം തെറ്റി. ഈ സിനിമയുടെ ആദ്യത്തെ 30 മിനിറ്റ് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ചെറിയൊരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് കഥ മാറി ഒരു നാടകം സെറ്റ് ചെയ്യുന്നതും അതിലേക്കുള്ള കാസ്റ്റിംഗ് ഒക്കെ ആയി സിനിമ മൊത്തത്തിൽ മാറി. പലപ്പോഴും ഇതിലൊരു സംഭവം നടക്കുമ്പോൾ അത് നാടകത്തിലാണോ നടക്കുന്നത് അതോ ഇവരുടെ റിയൽ ലൈഫിലാണോ നടക്കുന്നത് എന്നൊരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, എനിക്ക് ഈ സിനിമ കണ്ടിട്ട് ഒന്നും മനസ്സിലായിട്ടില്ല. പിന്നെ സുധീഷിന്റെ ക്യാരക്ടർ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പുള്ളി പക്ക ആ ക്യാരക്ടർ തന്നെ ആയിരുന്നു. ചില സമയങ്ങളിൽ പുള്ളിയുടെ ഫേസിൽ വരുന്ന എക്സ്പ്രഷൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പിന്നെ ജിനു ജോസഫിന്റെ ക്യാരക്ടറും വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. പിന്നെ ഇതിന്റെ ക്ലൈമാക്സിൽ കുഞ്ചാക്കോ ബോബൻ വരുന്നുണ്ട്. ഇന്നാ താൻ കേസുകൂടെ എന്ന സിനിമയിലെ റെഫറൻസ് ആണ് പുള്ളി ഈ സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഏകദേശം 2-2.5 മണിക്കൂറോളം ഈ സിനിമയുണ്ട്. അത് മൊത്തത്തിൽ കണ്ടു തീർക്കുക എന്നത് ഒരു ടാസ്ക് തന്നെയാണ്. ഇതിലെ പല സീനുകളും വല്ലാതെ ബോറടിപ്പിക്കുന്നുണ്ട്. ആക്ടിംഗ് വൈസ് നോക്കുകയാണെങ്കിൽ എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിന്റെ സ്റ്റോറിയാണ് പ്രശ്നം. ഇനി ചിലപ്പോൾ LJPയുടെ സിനിമ പോലെ ഇതിന്റെ സ്റ്റോറിക്ക് എന്തെങ്കിലും ഇൻഡയറക്റ്റ് മീനിങ് ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ല. ഈ സിനിമ കണ്ടു തീരുമ്പോൾ എല്ലാവർക്കും ഉള്ളൊരു സംശയമായിരിക്കും, ഇതിന്റെ ഡയറക്ടർ തന്നെയാണോ ആൻഡ്രോയിഡ് കുഞ്ഞപ്പനും ഇന്നാ താൻ കേസുകൂടെ എന്ന ചിത്രവും എടുത്തത് എന്ന്. ആ സംശയം തീരാൻ ഈ രണ്ട് ചിത്രങ്ങൾക്ക് മുന്നേ അദ്ദേഹം ചെയ്ത ചിത്രമാണ് കനകം മൂലം കാമിനി മൂലം കലഹം എന്ന നിവിൻ പോളിയുടെ ചിത്രം. അതോടെ ആ സംശയം തീരും. ഒരു ശരാശരി പ്രേക്ഷകനെ സംബന്ധിച്ച് ഈ സിനിമ ഇഷ്ടമാവാൻ യാതൊരു ചാൻസുമില്ല. എനിക്ക് പേഴ്സണലി ഈ സിനിമ ഇഷ്ടമായിട്ടില്ല. അപ്പോൾ ഓക്കെ, പുതിയൊരു സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.